പൊതുജനാരോഗ്യ സംവിധാനം, ഊർജ്ജസ്വലമായ സാംസ്കാരിക ധാർമ്മികത, പ്രബുദ്ധമായ സമൂഹം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് അത് താഴ്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു പറയുന്നുണ്ട്. അത് താഴ്ചയുടെ ലക്ഷണമല്ല, അത് പാതാളത്തോളം താഴ്ന്നിരിക്കുകയാണ് കേരളത്തിൽ. അതിവിടുത്തെ തത്വചിന്തകന്മാരും ബുദ്ധിജീവികളും മനസ്സിലാക്കുന്നില്ല. കാരണം ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയമായ പാർട്ടികളുടെ കാല് തക്കി എന്തെങ്കിലും കാര്യം സാധിക്കാൻ നടക്കുന്നവരാണ്. അവർ ചിന്തിക്കുന്നില്ല. ചിന്തകന്മാരുണ്ട്. സുമാരഴിക്കണപ്പിള്ളവരിപ്പോൾ ഉണ്ടോ? സാനുമാഷ പോലുള്ളവരുണ്ടോ? ഇപ്പോൾ ഇവരാരും ഇപ്പോൾ ഇല്ലല്ലോ. അതെല്ലാം ഞങ്ങളെല്ലാം ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് ബഹുമാനിച്ചിരുന്നവരാണ് അവരെ എല്ലാവരെയും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല സാർ. മഹാനായിട്ടുള്ള നമ്മുടെ കവി നേരെ പ്രസാദ് പറഞ്ഞല്ലോ, വയലാറിൻ്റെ സന്തതിയായ വയലാർ രാമവർമ്മയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീള തുടിക്കും പ്രതിജ്ഞാകുലങ്ങളെ. വിദ്യാർത്ഥികളെ പറ്റിയാണ്, യുവതലമുറയെ പറ്റിയാണ്. അങ്ങനെ യുവതലമുറയുണ്ടോ ഇപ്പോൾ ഇവിടെ? ഈ കേരളത്തിലെ കലാലയങ്ങൾ അങ്ങനെ യുവതലമുറയുണ്ടോ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ സഹപാഠിയല്ലേ ലോ കോളേജിലെ ബാലഗോപാലം പഠിച്ച കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? എവിടെ? കഞ്ചാവും ചരസും അടിച്ച് ഒരു ഭാഗം നശിക്കുകയാണ്. മാധ്യമങ്ങൾക്കാവുന്ന ഒരു പ്രശ്നമേ അല്ല, അവർക്കവിടെ സർക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ്റെ മധുര സ്വപ്നങ്ങളാണ് ഈ കുട്ടികൾ. എന്ന് മാത്രം നീതിശാസ്ത്രങ്ങൾ, തെറ്റായ നിയമം വ്യവസ്ഥ തിരുത്തിക്കുറിക്കുന്ന വിപ്ലവകാരികളാണ്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ വയലാറും പുന്നപ്രയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ വയലാറിലും പുന്നപ്രയിലെയും രക്ഷാക്ഷണത്തിന് മുമ്പിൽ മൂത്രം ഒഴിക്കുന്ന ആൾക്കാർക്ക് ഇതുവല്ലോ അറിയോ?